ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. അല്പം തിരക്ക് കാരണം രാവിലെ സന്ദേശമയക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാനായി ആഗ്രഹിക്കുന്നു. 14-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. യേശുക്രിസ്തു നമ്മൾ വസിക്കുന്നെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നെന്നും നാം ചിന്തിക്കുകയുണ്ടായല്ലോ. ഇവിടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാൻ കഴിയണമെങ്കിൽ അതൊരു വലിയ അഭേദ്യമായ ബന്ധമായിരിക്കണം. ദൈവമേ എന്ന് എല്ലാ മതസ്ഥരും വിളിക്കാറുണ്ട്. അവർക്ക് ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, വേദപുസ്തകം എപ്പോഴും ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു പുസ്തകമാണ്. ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ എപ്പോഴും നമ്മുടെ ഇടയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം എല്ലാ ദിവസവും വന്നിരുന്നു. അതിനുശേഷം ഓരോ ദൈവദാസന്മാരെ പറ്റി നാം പഠിക്കുമ്പോഴും ദൈവം അവരോട് കൂടെ നടക്കുകയും അവരോട് നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്ന ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നു. ഹാനോക്കിനുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോടു കൂടെ 300 സംവത്സരങ്ങൾ നടന്നു എന്നുള്ളതാണ്. നോഹയോട് നിരന്തരമായിട്ട് ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാം. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തുടർന്ന് മോശയോടും അതുപോലെ ദാവീദ് പോലെയുള്ള ദൈവദാസന്മാരോടൊക്കെ നിരന്തരമായി ദൈവം സംസാരിക്കുന്നതായിട്ട് കാണാം. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ആ ബന്ധത്തിന് കുറച്ചുകൂടി വലിയ അർത്ഥമാണുള്ളത്. മക്കളും പിതാവും എന്നുള്ള ബന്ധം ലോകത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് പിതാവും മക്കളും എന്ന ബന്ധം. അതൊരിക്കലും അവസാനിക്കുവാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് കല്ലറ വരെ ഉള്ളൂ എന്ന് നമുക്കറിയാം. എങ്കിലും അതിൻ്റെ അപ്പുറേയും നമുക്ക് ആ ചിന്ത വരുന്നതാണ് പിതാവ് മക്കൾ എന്നുള്ള ബന്ധം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല, വീണ്ടും താഴേക്ക് നാം വായിക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിനു ശേഷം നിരന്തരമായി ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു.
ഒരു മാസം ഡയറി എഴുതിയതിനു ശേഷം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ പലവിധമായ തെറ്റുകൾ രക്ഷിക്കപ്പെട്ടതിനു ശേഷം എന്നിൽ കാണുവാനിടയായി. ഞാൻ വിചാരിച്ചു, ഞാനൊരു ദൈവമകനാണോ? വാസ്തവത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടോ? പലവിധമായ സംശയങ്ങൾ എനിക്കുണ്ടായി. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ നിരന്തരമായിട്ട് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിന് വേണ്ടി എരിവോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത സമയമായിരുന്നു. എന്നാൽ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു തന്നത് ഈ വാക്യം വായിച്ചു നോക്കാനാണ്. ഞാനെന്നാ വായിച്ചപ്പോൾ ആ വാക്യം എന്നോട് ഇങ്ങനെ സംസാരിച്ചു: ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദം എനിക്ക് കേൾക്കുവാനിടയായി. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവമകനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ആ ദൈവമകനെ യോജിച്ച വിധത്തിൽ ജീവിക്കണമെന്നുള്ള ബോധ്യത എനിക്കുണ്ടായി. അതെന്നെ പലവിധമായ തെറ്റുകളിൽ നിന്നും എനിക്ക് ആ തെറ്റുകൾ ചെയ്യാതിരിക്കുവാനുള്ള വാതിലുകൾ തുറന്നു വരുവാനായിട്ടിടയായി തീർന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് സംശയിക്കുന്നെങ്കിൽ, നിങ്ങൾ യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും നാം ദൈവത്തിന്റെ മക്കളാണെന്ന്. യാതൊരു സംശയവും വേണ്ട, നാം ദൈവത്തിന്റെ മക്കളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, അവർ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.